അമ്പലപ്പുഴ പാൽപായസം ഉൾപ്പെടെ 43-ലധികം വിഭവങ്ങൾ. ഊണിന് ശേഷം പരസ്പരം ഇലവാരിയെറിയൽ. അങ്ങനെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ ഇഴചേർന്ന് നിൽക്കുന്ന പ്രസിദ്ധമായ നാടകശാല സദ്യ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്റെ തിരുനടയിൽ നടന്നു. നമുക്ക് കാണാം കാഴ്ച. മധുരമൂറുന്ന ഐതിഹ്യത്തിന്റെ ഓർമ്മ പുതുക്കലാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നാടകശാല സദ്യ. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് കിഴക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന നാടകശാലയിലാണ് സദ്യ ഒരുക്കുന്നത്. കൃഷ്ണഭക്തനായ വില്ലുമംഗലം സ്വാമിയാരും കൃഷ്ണനും തമ്മിലുള്ള ഐതിഹ്യമാണ് നാടകശാല സദ്യയുടെ പിന്നിലുള്ളത്. ഉത്സവത്തിന്റെ 9-ാം ദിവസം ക്ഷേത്രത്തിലെ ജീവനക്കാർക്കായി നാടകശാലയിൽ ചെമ്പകശ്ശേരി രാജാവ് സദ്യ ഏർപ്പെടുത്തിയിരുന്നു. വില്ലുമംഗലം സ്വാമിയാർ ഈ സമയം ഉച്ചപൂജയ്ക്ക് ദർശനത്തിലെത്തിയപ്പോൾ ഭഗവത് സാന്നിധ്യം കണ്ടില്ലെന്നും ഒടുവിൽ നാടകശാലയിലെത്തിയപ്പോൾ ജീവനക്കാർക്ക് നെയ് വിളമ്പുന്ന ഉണ്ണിക്കണ്ണനെ കണ്ടെന്നുമാണ് ഐതിഹ്യം. പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം ജീവനക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് രാജാവിന്റെ കാലത്ത്. ആ കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കാര്യത്തിൽ അങ്ങനെ ഈ സദ്യ നടക്കുന്ന സമയത്ത് വില്ലുമംഗലം സ്വാമിയാർ കാണുന്നു, ഭഗവാൻ നെയ് വിളമ്പുന്നതായിട്ട് പുള്ളി കാണുന്നു. ഭഗവാൻ എന്ന് പറഞ്ഞ് പുറകെ ഓടിയപ്പോൾ കൂട്ടയിരുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അതിൻ്റെ പുറകെ ചോറും ആയിട്ട് പുറകെ ഓടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിഞ്ഞ് അങ്ങനെയാണ് അതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. ചെറിയ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പൂർത്തിയാക്കാതെ കണ്ണന് പിന്നാലെ പാഞ്ഞ ഐതിഹ്യത്തിന്റെ ഓർമ്മ പുതുക്കലായാണ് ഊണിന് ശേഷം പരസ്പരം ഇലവാരിയെറിയൽ നടക്കുന്നത്. സദ്യയ്ക്ക് ശേഷം വി ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള വഞ്ചിപ്പാട്ട് സംഘം ചുവടുകൾ വെച്ച് പുത്തൻകുളം കരയിലേക്ക് നീങ്ങും. തിരികെ എത്തുന്ന സംഘത്തെ ദേവസ്വം അധികാരികൾ പണക്കിഴിയും പഴക്കുലയും നൽകി വരവേൽക്കുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയാകും. 10 ദിവസം നീണ്ടുനിന്ന ഉത്സവ ആഘോഷങ്ങൾക്ക് ഇന്ന് വൈകിട്ട് 6 സമാപനമാകും. ന്യൂസ് മലയാളം, ആലപ്പുഴ.